ആണല്ലോ. അപ്പോൾ ഒരു നല്ല ട്രെയിനറാണോ, ഒരു ലൈഫ് കോച്ചാണോ, നല്ല ഭർത്താവായിരിക്കണം, നല്ല പാരൻ്റ് ആയിരിക്കണം, നല്ലൊരു വ്യക്തിയായിരിക്കണം, നല്ലൊരു ബിലീവറായിരിക്കണം. ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ആദ്യം ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ട്രെയിനറായിട്ട് വരേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ട്രെയിനിങ്ങും ടിപ്സും ക്ലാസ്സും കണ്ടൻറ്റും PPTയും ഇതൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. ട്രെയിനിങ് ക്ലാസ്സിൽ ആളുകളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ, പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ ലോകത്തില്ലാത്ത മാനവികത, ഇത്രയും മനോഹരമായ ഭർത്താവ്, ഏറ്റവും നല്ല പാരൻറ്റ്, ഏറ്റവും നല്ല സ്റ്റാഫ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് കേസുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി, ഞാൻ സാധാരണ എങ്ങനെ പറയാം, നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ക്യാരക്ടറും ഒന്നാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയാലേ നമുക്കിതിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരുടെ ആ പേഴ്സണാലിറ്റീൻ്റെ ഡിഫറൻസ് എന്താണ്, അവരുടെ ഇൻബോൺ ടാലൻറ്റുകൾ കുറേ കാര്യങ്ങളുണ്ടാവും, ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. ഒറ്റ കാര്യമല്ല, ഏതെങ്കിലും ഒന്ന് ഡോമിനൻ്റ് ആയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ള സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഒരാൾ അവരുടെ ലൈഫിൽ കരിയറൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇതിൻ്റെ കൂടെ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്നുള്ള ഒരു പേർപ്പസും കൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് ഭയങ്കര രസമായിരിക്കുമല്ലോ. നമ്മൾ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്രയാസമുള്ള ആളുകളെയാണ് അല്ലേ. സാധാരണ ജസ്റ്റ് ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതല്ലല്ലോ, ഒരാളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരല്ലേ. അപ്പോൾ അതിനാദ്യം വ്യക്തി എന്താവണം, ഡെവലപ്പ് ആവണം. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ ഫോക്കസ് മെയിൻ അതായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നേടിയെടുക്കാനും കണ്ടെത്താനൊക്കെ ലോകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് നമ്മൾ ആവശ്യം ഉണ്ടാവണമെന്നില്ല. സോ ആ രൂപത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന, അതിനനുയോജ്യമായ കണ്ടൻറ്റുകളും ആക്ടിവിറ്റീസും ടാക്ടീസും ചലഞ്ചസും റോളും റിസ്ക്കും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇനിയുള്ള കാലത്ത് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള, ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയായിരിക്കും ഈ മെൻറ്ററിങ്, ലൈഫ് കോച്ച്, ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന മേഖല. ഹലോ എവ്രിവൺ, അങ്ങനെ യുണീക്ക് എക്സിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ട് വൺ ഓഫ് ദി പോഡ്കാസ്റ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാവരെയും ഈ പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. അതേപോലെ ബിഷർ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. ബിഷർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഓൾറെഡി ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു 10 വർഷത്തോളം സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഇപ്പോൾ കറൻ്റ്ലി ഒരു ന്യൂറോ കോഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓതറും അതേപോലെ സ്കില്ലേജ് അക്കാഡമീൻ്റെ CEO-ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5000-ഓളം ആളുകൾക്ക് ഇപ്പം ട്രെയിനിങ് ഫീൽഡ് ആയിക്കോട്ടെ, അതേപോലെ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളൊരു മേഖലയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആളും കൂടാണ്. സാറിന് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോലിയിൽ ഉള്ള ഒരാളായിരുന്നല്ലോ. അതിൽ നിന്ന് ഇങ്ങനൊരു മേഖലയിലേക്ക് മാറാനുണ്ടായ കാരണം, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ബിഹൈൻഡ് പേർപ്പസ്? 2 കാരണങ്ങളാണ്. ഒന്ന്, സേഫ് ആൻഡ് സെക്യൂർഡ് ആകുമ്പോൾ അവിടെ ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി കുറവാണ്. നമ്മൾ എവിടെയാണോ ചലഞ്ചസ് ഉണ്ടാകുന്നത്, എവിടെയാണോ കൂടുതൽ ഗ്രോ ചെയ്യാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. സെക്കൻഡ് തിങ്ക്, നമുക്കൊരു പർപ്പസ് ഉണ്ട്. ഓരോ ആളുകൾക്ക് ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിലെ ടീച്ചേഴ്സിന് അവിടെ പർപ്പസ് മനോഹരമായി ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം സ്കൂളുകളിലൊക്കെ മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും ഈവൻ പാരൻസ് ആണെങ്കിലും ആഗ്രഹിക്കുന്നത്. അതിനപ്പുറമുള്ളൊരു മാനുഷിക മൂല്യങ്ങൾ, കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരുടെ ഡെവലപ്പ് ചെയ്യുക. ഇതിനൊക്കെ നമ്മൾ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര പരിമിതികളുണ്ട്, നമ്മളെ തടയുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം വന്നപ്പോൾ നമ്മളെ മനസ്സിനൊരു സംതൃപ്തി കുറഞ്ഞപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ആഗ്രഹിക്കുന്ന കുട്ടികളിൽ നല്ല ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എന്തെന്ന് അന്വേഷിച്ചിട്ടാണ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഞാൻ ലീവ് എടുത്തത്. 15 വർഷമായി ട്രെയിനിങ് മേഖലയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കുട്ടികൾക്ക് ലൈഫ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഈവൻ കുട്ടികളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു മേഖല എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ലീവ് എടുത്തിട്ട് ഇറങ്ങിയത്. ഓക്കെ, ഇതേപോലെ സാറിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രെയിനിങ് ഫീൽഡിൽ 15 വർഷത്തോളമായിട്ട് ട്രെയിനിങ് ഫീൽഡിലുണ്ടെന്ന് പറയുമല്ലോ. അതിൽ ശരിക്കും പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് പൊതുവേ ആളുകൾ കോൺസെൻട്രേഷനൊക്കെ കുറവാണ്. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതേപോലെ ഫോണിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമായ സോഷ്യൽ മീഡിയേൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു അറ്റൻഷൻ സ്പാന് കീപ്പ് ചെയ്യാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? അതിനാണ് എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യന്മാർക്ക് ടോട്ടലി ഒരു കാര്യം മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാനും
അറ്റൻഷൻ കൊടുക്കാനൊന്നും മനുഷ്യന്മാർക്ക് സാധ്യതയല്ല. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി നമുക്കറിയാം, പണ്ടൊക്കെ യൂട്യൂബിൽ ലെങ്തി വീഡിയോ കണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ യൂട്യൂബിൽ അത് കാണുന്നില്ല. ഏറ്റവും ഷോർട്ട് 15 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടാവുന്നു. അത് തന്നെ മുഴുവൻ കാണുന്നില്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ നമ്മുടെ ബ്രെയിനിൽ പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമുകളിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് മേ ബി അയാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചായിരിക്കും ക്ലാസ് എടുക്കുക. ഓഡിറ്ററി, വിഷ്വൽ, കെനസ്തെറ്റിക്, അങ്ങനെ പലതും ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ ഓഡിയൻസ് ഇത് പക്ഷേ ഡിഫറൻസ് ആയിരിക്കും. ഇതൊന്നും പരിഗണിക്കാതെ അവരെന്താണോ പഠിച്ചു വന്നത് അത് മാത്രം ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടലി കുട്ടികൾക്ക്, അഥവാ ഇന്ന് ലോകത്ത് നടക്കുന്ന ടീച്ചിങ്ങിൽ ടീച്ചേഴ്സ് ആർ ഡൂയിങ് മേ ബി 90% or 80%. പക്ഷേ അതിൻ്റെ റിസൾട്ട് 20 or below 20% കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എത്രയും വലിയ സോഫിസ്റ്റിക്കേറ്റഡ് സംവിധാനങ്ങളും സിസ്റ്റവും നല്ല ഫാക്കൽറ്റീസും നല്ല ടീച്ചേഴ്സൊക്കെ ഉണ്ടായിട്ടും സ്കൂളുകൾ അത്ര പ്രൊഡക്റ്റീവ് ആവാത്തത്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അത് ഉൾക്കൊള്ളാനുള്ള മാനസികമായി അവരെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സായിട്ട് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളുടെ ഡോറിലൂടെ ഇറങ്ങിപ്പോയിട്ട് അവരുടെ കൈ പിടിച്ച് നമ്മളുടെ ഡോറിലൂടെ അവരെ കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. പലപ്പോഴും ചില അധ്യാപകർ ചെയ്യുന്നത് അവരുടെ ഡോറിൽ അവരുടെ ആ ഒരു ഈഗോ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നു. കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നു. മേ ബി 1-2 കുട്ടികളായിരിക്കും അങ്ങോട്ട് വരിക. പിന്നെ പല കുട്ടികളും പല ടീച്ചേഴ്സും പുതിയ കാലത്ത് എന്താ ചെയ്യുന്നത്, നല്ല വൈബാവണം, നല്ല റിയാലിറ്റി, എന്താ പറയുക, കുട്ടികളോട് നല്ല സൗഹൃദം വേണം, ആളുകൾ നല്ല അഭിപ്രായം പറയണം. അപ്പോൾ കുട്ടിയുടെ ലെവലിലേക്ക് താണു പോകുന്നു. അവിടെ തന്നെ നിൽക്കുകയാണ്. ആ കുട്ടീനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മേലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നില്ല. ഇത് രണ്ടും റോങ് ആണ്. പകരം നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലണം. എന്നിട്ട് കുട്ടികളെ നമ്മളിലേക്ക് പിടിച്ച് കൊണ്ടുവരാൻ പറ്റണം. അതിന് കുട്ടികൾക്ക് അനുയോജ്യമാകുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ മൊഡ്യൂളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ടാക്ടിക്സും പിന്നെ ഗെയിംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റോറീസ് പറയാൻ പറ്റണം, ആക്ടിവിറ്റീസ് കൊടുക്കാൻ വേണ്ടി പറ്റണം. വെറുതെ ഒരു ആക്ടിവിറ്റി, വെറുതെ ഒരു തമാശ, അതല്ല. നമ്മൾ പറയുന്ന കാര്യവുമായി കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് അതിനെ പെട്ടെന്ന് അവരുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ മൈൻഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം അതിന് ഞാൻ പൊതുവെ ചെയ്യുന്നൊരു സാധനമാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ടുവരാൻ. സാർ അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസ് തന്നെ ചെയ്യാറുണ്ട്. അതെ. ശരിക്കും ഈ സാറ് ഗെയിമിഫിക്കേഷനെ പറ്റി പറഞ്ഞല്ലോ, എന്താണ് ഈ ഗെയിമിഫിക്കേഷനെ കുറിച്ച് പറ്റി ഉദ്ദേശിക്കുന്നത്? എന്താണ് സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് ഗെയിം ഇഷ്ടമില്ലാത്തവരാരുമില്ല. അത് എന്തെങ്കിലുമൊക്കെ ഗെയിം ആളുകൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ഗെയിമിലാണ് ആളുകൾ അഡിക്റ്റഡ് ആവുന്നത്. ഞാൻ കൂടെ ചോദിക്കട്ടെ, ഓൺലൈൻ ഗെയിമിൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആവുന്നത് ആരാ? കുട്ടികളാണോ, പാരൻസ് ആണോ, ടീച്ചേഴ്സാണോ? കുട്ടികളാണ്. നമ്മളെപ്പോഴും അങ്ങനെയാണ് പറയുക, കുട്ടികളാണെന്ന് പറയാം അല്ലേ. പക്ഷെ കുട്ടികളല്ല. സ്ത്രീകൾ അഡിക്റ്റഡ് ആണ്, ഹൗസ് വൈഫ്സ് അഡിക്റ്റഡ് ആണ്, ടീച്ചേഴ്സ് അഡിക്റ്റഡ് ആണ്, പാരൻസ് അഡിക്റ്റഡ് ആണ്. ഈവൻ നിങ്ങൾ നല്ല ചോദിക്കൊരു ഈവനിങ്ങിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടാവും. ബാർബർ ഷോപ്പ് മേ ബി 2nd or 3rd ഫ്ലോറിലായിരിക്കും ഉണ്ടാകുക. പോകുന്ന വഴിയിൽ ആ കോവണിപ്പടിയിൽ ഉണ്ടാവും 4-5 ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിന്നിട്ടുണ്ടാവും. അവരൊരു മൊബൈലിൽ ലുഡോ കളിക്കുകയായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വന്ന ആളുകൾ അതിനുശേഷം വീട്ടിൽ പോകാതെ ലുഡോ കളിച്ചിരിക്കുകയാണ്. ലുഡോ എന്ന് പറഞ്ഞാൽ എന്താ, ചില നമ്പറുകൾ വരുന്നു, അതിനനുസരിച്ച് ഗെയിം ഇങ്ങനെ പോകുന്നു. 1-2 മണിക്കൂർ നിന്നിട്ട് അവിടെ കാല് കടച്ചിൽ അവരറിയുന്നില്ല. അവർ ആ ഗെയിമിൽ ഫോക്കസ്ഡാണ്. അപ്പോൾ ഇത്ര സിമ്പിളായി ഈവൻ ലുഡോയിൽ പോലും ആളുകൾ ഫോക്കസ്ഡ് ആവാൻ, അല്ലെങ്കിൽ ചെസ്സ് നാലിച്ച് നോക്ക്, നാട്ടും പുറത്തൊക്കെ ചെസ്സ് കളിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് എന്ത് നടന്നാലും ആളുകൾ അറിയുന്നില്ല. ചെസ്സിൽ മാത്രം ഫോക്കസ്ഡ് ആവാണ്. നമ്മൾ കുട്ടികളൊക്കെ ഗെയിമിൽ തന്നെയാണ്. അത് വെടിവെക്കുന്ന ഗെയിമാണെങ്കിലും ഫ്രീ ഫയർ അങ്ങനത്തെ ഏതാണെങ്കിലും. അപ്പോൾ ഗെയിമിലൊക്കെ ഒരു എലമെൻ്റ് ഉണ്ട്. എല്ലാ ഗെയിമുകളിലുമുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഏറ്റവും പ്രധാനം റിവാർഡ്സാണ്. റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആംഗ്രി ബേർഡ്സ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു ബിൽഡിങ് തകർത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു പോപ്പപ്പ് കിട്ടും. ആ പോപ്പപ്പ് ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനർജി കൂടുന്നുണ്ട്. അപ്പോൾ ഒന്ന് റിവാർഡ്സ് ഉണ്ടാവുക. ക്ലാസ് റൂമുകളിൽ നമ്മൾ അധ്യാപകർ കുട്ടികൾക്ക് റിവാർഡ്സ് കൊടുക്കണം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ഗെയിമിൽ ആളുകൾക്ക് അറിയില്ല. എന്നെ ഇപ്പോൾ ഉദാഹരണം ലുഡോ ആണെങ്കിൽ ഞാൻ മുന്നിൽ പോകുകയാണെങ്കിൽ ബാക്കിൽ വരുന്ന ആൾ എന്നെ പിടിച്ച് താഴെ ഇടുവോ, ഞാൻ അടുത്ത ഹൈപ്പിലേക്ക് പോകുമോ, അല്ലെങ്കിൽ നമ്മളെ ലുഡോൻ്റെ എന്താ അതിൻ്റെ പേര് ഡയസ് ഇടുന്ന സമയത്ത് 6 ആണോ 1 ആണോ 2 ആണോ 3 ആണോ എന്ന് വരുന്നത് അറിയില്ല. അതൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് മുറികളിൽ നമ്മൾ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. മൂന്നാമത്തത് ഓരോ ലാഡറുകളുണ്ട്. ഉദാഹരണത്തിന് 1ാമത്തെ ഘട്ടം പാസ്സാവണം, 2ാമത്തെ ലെവൽ, 3ാമത്തെ ലെവൽ, അങ്ങനെ ലെവൽ കയറി പോകുമ്പോൾ അവർക്ക് സെൽഫ് ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂമുകളിൽ അതുണ്ടാവണം. നാലാമത്തത്
ഈ ഗെയിംസിൽ വിജയവും പരാജയവുമുണ്ട്. വിജയിക്കുന്ന ആളെ തോൽപ്പിക്കാൻ അടുത്ത ആൾക്ക് പറ്റും, മനസ്സിലായില്ല, അതിന് മറികടക്കാൻ. അതുപോലെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ പറ്റണം. അപ്പം ഇങ്ങനെയുള്ള എലമെൻറ്റുകൾ ക്ലാസ് മുറികളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്ന അതേ ഫീലിങ്ങിൽ കുട്ടികൾക്ക് ക്ലാസ് റൂം എൻജോയ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാം. ഡെഫിനറ്റ്ലി കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതെ നിലനിർത്താൻ പറ്റും. ഡെഫിനറ്റ്ലി. അതേപോലെ തന്നെ സാറ് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഏകദേശം 200ഓളം കഥകളിലൂടെ ഓരോ ലൈഫ് എൻ്റെ മനസ്സിൽ 200 അതിലധികം കഥകളുണ്ട്. ഈ കഥകളൊക്കെ അവിടെ ഉണ്ട്, എപ്പോഴും വരില്ല. പക്ഷെ സെഷൻ എടുക്കുന്ന സമയത്ത് അതിനനുയോജ്യമായ കഥ ഏതാണോ അത് ആ സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അത് പ്രയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലാസ് മുറികൾ കുറച്ചുകൂടി എന്താകാൻ പറ്റും, ആളുകൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റും. അങ്ങനെ കഥകൾ ഇഷ്ടമില്ലാത്തവരാരുമില്ല, എല്ലാവരും കഥകൾ ഇഷ്ടമാണ്. അത് മേ ബി ഏത് പ്രായമുള്ള ആളുകളാണെങ്കിലും കഥകൾ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ട്രെയിനിങ് സെഷനെ വ്യത്യസ്തമാക്കാൻ, മനോഹരമാക്കാൻ, നല്ല ഫീഡ്ബാക്ക് കിട്ടാൻ കഥകൾ ഉപയോഗിക്കണം. കഥകൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും തുടക്കത്തിലൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. പിന്നീട് അനുയോജ്യമായ കഥകൾ നമുക്ക് കിട്ടും. ഒരേ കഥ തന്നെ ഓഡിയൻസ് ഡിഫറൻസ് ആകുമ്പം, സിറ്റുവേഷൻ ഡിഫറൻസ് ആകുമ്പം, സബ്ജക്റ്റ് വ്യത്യസ്തപ്പെടുമ്പോൾ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാനും പറ്റും. അപ്പം അത് നമ്മൾ ഒരു ബൈ എക്സ്പീരിയൻസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ ട്രെയിനിങ്, നമ്മളെടുക്കുന്ന ക്ലാസ്സുകളൊക്കെ കുറച്ചുകൂടി ഒരു ബിയോണ്ട് ദി ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോൾ കുട്ടികളുടെ ഹൃദയങ്ങളിൽ നമ്മളുടെ പേരുകൾ ഉണ്ടാവും, കുട്ടികളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെടുക്കുന്ന ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ സെഷനുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ഗെയിംസിൻ്റെ പോലെ തന്നെയുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പം ഇൻഫർമേഷൻസ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഡെഫിനറ്റ്ലി. പൊതുവേ എയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തിനെ പറ്റി അടിച്ചു കൊടുത്താൽ അതിന് ഇൻഫർമേഷൻ സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ ആ ഇൻഫർമേഷനെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റുന്ന സ്ഥലത്താണ്. അതാണ് ടീച്ചിങ്, ട്രെയിനിങ്, ലൈഫ് കോച്ച്, മെൻറ്ററിങ് ഒക്കെ നടത്തേണ്ട കാര്യം. എന്താ വെച്ചാൽ നമ്മളൊരു സെഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇടപെടൽ കൊണ്ട്, ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സാധ്യമാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇൻഫർമേഷൻ പൊല്യൂഷൻ്റെ സമയം ഇത്. ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നുണ്ട്. പകരം നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റണം. ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ അവരുടെ കാതുകളിലേക്ക് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കണം. ആ ഹൃദയത്തിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റണം. ഞാൻ പറയുന്നത് 100% എനിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് കഴിയുമെന്നൊന്നും എനിക്ക് അവകാശവാദങ്ങളില്ല കേട്ടോ. പകരം കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ട്രെയിനിങ് മേഖലയിൽ എത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ടീച്ചിങ് മേഖലയിൽ എത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ മേഖലയിൽ എല്ലാതിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിലുപരി ചില ആളുകളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവരിൽ ഒരു ഇടപെടൽ നടത്താനും കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന വലിയ പർപ്പസ് അതാണല്ലോ. അതെ, അതിലൊക്കെ പഠിച്ചവൻ്റെ ഒരു സഹായം കൂടെ നമ്മൾ സീക്ക് ചെയ്യുന്ന ആളും കൂടെ ആണെങ്കിൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാൻ. സൃഷ്ടാവിൻ്റെ സഹായം ഇല്ലാതെ, കരുണയില്ലാതെ, കാരുണ്യമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സൃഷ്ടാവിന് അല്ലെങ്കിൽ പഠിച്ചവന് ഏറ്റവും ഇഷ്ടം എന്താ? അവൻ്റെ സൃഷ്ടികളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് നമ്മളൊരു താങ്ങാവുക, തണലാവുക, സന്തോഷം കൊടുക്കുക. അപ്പോൾ ഈ താങ്ങും തണലും ആവാന്ന് പറയുമ്പം ഇപ്പം മഴക്കാലമാണല്ലോ, ഈ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യൽ മാത്രമല്ല, അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്ത ആളുകൾക്ക് സാമ്പത്തികം കൊടുക്കൽ മാത്രമല്ല, പകരം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ് മൈൻഡാണ്. മനസ്സ് തകരുമ്പോൾ, മനസ്സിൽ പ്രതീക്ഷ ഇല്ലാതാകുമ്പോൾ, കോൺഫിഡൻസ് ഇല്ലാതാകുമ്പോൾ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഒരു എന്താ പറയുക സപ്പോർട്ടുണ്ടല്ലോ, അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് പണം കൊണ്ട് അളക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ല, അത് ശരിക്കും ഈ മനസ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പം ഓരോ സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെറുപ്പത്തിലെ ചില ട്രോമകളൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. പല രീതിയിൽ സ്ട്രെസ്സും അതേപോലെ ആൻസൈറ്റിയൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ലൈഫിൽ അവരെക്കുറിച്ചൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനോ മുന്നോട്ട് മറ്റുള്ളവരിലേക്ക് ഏതെങ്കിലും രീതിയിലൊരു ഇൻഫ്ലുവൻസ് ആയി മാറാനൊന്നും സാധിക്കാറില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ നല്ല ഫീച്ചേഴ്സും നല്ല ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അതിൽ വൈറസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവില്ല. ഒരു ഫയലിലായിരിക്കും വൈറസ് ഉണ്ടാകുക. ഇതെനിക്കൊന്ന് ഞാൻ സാറിന് ന്യൂറോകോഡ് ബുക്ക് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി, അതിൽ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രൊജക്ടറിൻ്റെ കാര്യമൊക്കെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുനാളിൽ പ്രത്യേകിച്ച് ഭയങ്കരമായ ട്രോമകൾ നമ്മളെ ഫാമിലികളിൽ നടക്കുന്നുണ്ട്. പാരൻസൊക്കെ സ്ട്രെസ്ഡാണ്,
മേ ബി പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാഹചര്യം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും പല പെൺകുട്ടികളും അവിടെ കുഞ്ഞുനാളിൽ സേഫല്ല. പല പെൺകുട്ടികൾക്കും പുറത്ത് പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈവൻ സ്വന്തം ഫാമിലിയിൽ നിന്ന് പോലും. ഫാമിലിയിൽ നിന്ന് കാണുമ്പോൾ പറയാൻ കഴിയില്ല, ആരോടും പറയാൻ കഴിയുന്നില്ല. മേ ബി ചെറുതായിരിക്കാം, വലുതായിരിക്കാം. വലുപ്പവും ചെറുപ്പമൊക്കെ നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണുമ്പം അളക്കാൻ പറ്റുമെങ്കിലും അത് അനുഭവിക്കുന്ന കുട്ടികൾക്കെല്ലാം വലുതായിരിക്കും. അപ്പോൾ ആ ഒരു ട്രോമ, ഒരു വൈറസ് അവിടെ ഉണ്ടാവും. മേ ബി അത് ആദ്യമൊന്നും ആ വൈറസ് വർക്കിംഗ് ആയിട്ടുണ്ടാവണമെന്നില്ല. കുറച്ചുകൂടി വലുതാവുമ്പോൾ സമയത്ത് അതിനേക്കാൾ ചെറിയ ഏതെങ്കിലും ഒരു ട്രിഗറിങ്ങോ ഏതെങ്കിലും ഒരു സമാന അനുഭവമോ ഉണ്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ അതുകൂടി എന്താകുക, ഉണരുക. പ്രത്യേകിച്ച് അത് ഉണരുന്നൊരു സമയം കൗമാരപ്രായമാണ്. കൗമാരപ്രായത്തിലാണ് ഒരു കുട്ടിയായ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും നല്ല പൊട്ടൻഷ്യലിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് കാണുന്നൊരു സമയം. ഈ സമയത്ത് ചില ആളുകളൊക്കെ ഔട്ട് ബേസ്ഡ് ആയിട്ട് വേറൊരു തരത്തിലേക്ക് പോകുന്നു. അവന് കിട്ടുന്ന പ്രത്യേക എനർജിയും ഈ മഴക്കാലത്ത് പുഴവെള്ളം കവിഞ്ഞൊഴുകുന്ന മാതിരിയായിരിക്കും ആ സമയത്ത് അവിടെ ഹോർമോൺസും ചിന്തകളൊക്കെ പെട്ടെന്ന് മറികടന്ന് പോകുന്നുണ്ട്. പക്ഷെ ചില കുട്ടികൾ ആ സമയത്ത് നേരെ താഴോട്ടേക്ക് പോവുകയാണ്, തകർന്നു പോവുകയാണ്. ബിക്കോസ് ഓഫ് ദി ചൈൽഡ്ഹുഡ് ട്രോമസ്, അതിൻ്റെ മെമ്മറികൾ, ഓർമ്മകളൊക്കെ. അപ്പോൾ ഒരാളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ഈ ഒരു ഇൻസിഡൻറ്റിനെ എടുത്ത് കളയാൻ പറ്റില്ല. ആ ഇൻസിഡൻ്റ് അവിടെ ഉണ്ടല്ലോ, പക്ഷേ ഇൻസിഡൻറ്റിൻ്റെ ഓർമ്മകളെയും നമുക്ക് ഒരു പരിധി വരെ മാക്കാൻ പറ്റില്ല. പക്ഷെ ആ ഓർമ്മകൾ കൊണ്ടുണ്ടാകുന്ന പെയിൻ ഉണ്ടല്ലോ, ഫീലിങ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് മാറ്റാം. ഇത് കഴിഞ്ഞു പോയി, അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഇനി അതിനെ മറികടക്കാനുള്ള കരുത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റണം. പക്ഷെ അത് സ്വാഭാവികമായും വർത്തമാനം പറഞ്ഞിട്ടൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റണമെന്നില്ല. അതിന് തെറാപ്പികൾ വേണ്ടി വരും. വേറെ ഒരുപാട് സാറിന് ന്യൂറോക്കോഡ് ബുക്ക് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് സാറ് ഫോക്കസ് ചെയ്ത NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ അത് ത്രൂ ഒരുപാട് രീതിയിൽ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമിലാണെങ്കിലും അതും ഒരു മെയിൻ ഫാക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ഈ NLP എങ്ങനെയാണ് ലൈഫിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക? ഞാൻ എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കിയ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾഡായി പ്രാവർത്തികമായ ഒരു കാര്യമാണ് NLP എന്ന് പറയുന്നത്. അതിലുള്ള കുറേ കോൺസെപ്റ്റുകൾ നമ്മുടെ ലൈഫിൽ നമ്മളെ മുന്നോട്ട് ഗൈഡ് ചെയ്യുന്ന നമ്മുടെ കോൺസെപ്റ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മഴ പെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്ന് കോൺസെപ്റ്റുള്ള വിശ്വസിക്കുന്ന ആളുകൾ TV കണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ചില ആളുകൾ മഴ പെയ്യുമ്പോൾ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ട് ഇറങ്ങി പുറത്ത് നടക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾ മഴയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ശരി, പക്ഷേ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യണം എന്ന് പറഞ്ഞ് പുറത്തിറക്കുന്ന ആളുകൾ. ഇതൊക്കെ അവരെ വീട്ടിൽ നിർത്തുന്നതും വഴിയിലേക്ക് ഇറക്കുന്നതും ജോലിയിലേക്ക് ഇറക്കുന്നതൊക്കെ അവൻ്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റുകളാണ്. സിമിലർലി ഓരോ മനുഷ്യനും അവനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും, അവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവിനെ തച്ചുടച്ച് ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് എൻ്റെ NLP എന്ന് പറയുന്ന പുസ്തകം. കഴിഞ്ഞ ന്യൂറോക്കോഡ് എന്ന് പറയുന്ന NLPയുടെ കണക്ട് ചെയ്തിട്ടുള്ള ന്യൂറോക്കോഡ് എന്ന് പറയുന്ന പുസ്തകം കഴിഞ്ഞ ഒരു 6 വർഷമായി എടുത്തിട്ടുണ്ട് അത് എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അത് 6 വർഷം എടുത്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അതിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ലൈഫിനെ ടച്ച് ചെയ്യുന്നുണ്ട്, അവൻ്റെ മനസ്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അവന് ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. കാരണം സെൽഫ് ഹെൽപ്പ് ബുക്കിന് ഭയങ്കര മാർക്കറ്റാണ്. പക്ഷെ മലയാളത്തിൽ സെൽഫ് ഹെൽപ്പ് ബുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാവരും ഇംഗ്ലീഷാണ് വായിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല, നല്ലത് അടിപൊളിയാണ്. പക്ഷേ പല ആളുകളും ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് വായിക്കുന്നത്. ആ ട്രാൻസ്ലേഷനിൽ അതിൻ്റെ ജീവനില്ല, അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ല വാക്കുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒപ്പം NLPയുടെ അഥവാ കോവിഡ് സമയത്ത് ഒരുപാട് ആളുകൾ മാനസികമായിട്ട് വലിയ പ്രയാസങ്ങളുണ്ടായ സമയത്ത് എനിക്ക് കുറേ മെസ്സേജൊക്കെ വന്നപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു NLPയുടെ കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തത്. ആ കോഴ്സിന് നല്ല ഫീഡ്ബാക്കും ഒരുപാട് ആളുകൾ ലൈഫിൽ ചേഞ്ചും പറഞ്ഞപ്പോഴാണ് അതിനെ തന്നെ ഒരു പുസ്തകമാക്കി അവതരിപ്പിക്കാൻ ഞാൻ വിചാരിച്ചത്. അപ്പം അന്ന് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ വർഷമാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ 2ാമത്തെ പതിപ്പും കഴിഞ്ഞപ്പോൾ 3ാമത്തെ പതിപ്പ് സെല്ല് തുടങ്ങിയിട്ടുണ്ട്. അതിലുപരി വായിച്ച ആളുകളൊക്കെ നല്ല ഫീഡ്ബാക്ക് വേണ്ട. അപ്പോൾ ഒരു എഴുത്തുകാരൻ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിലൊരുപാട് ടെക്നിക്സ് ഉണ്ട്, തെറാപ്പികളുണ്ട്. ഞാൻ അന്ന് സാറിന് മീറ്റ് ചെയ്യാൻ വന്ന സമയത്ത് സാറ് എനിക്ക് ആ ന്യൂറോക്കോഡ് ബുക്ക് തന്നു, എൻ്റെ കയ്യിലുള്ള യൂണിക്നെസ് ഹാബിറ്റ് സാറിന് തന്നല്ലോ. ഞാനത് രണ്ടും കണക്ട് ചെയ്ത് നോക്കിയ സമയം ഞാനിപ്പം ആ ന്യൂറോക്കോഡ് ഇപ്പോൾ ഏകദേശം 60 പേജിലുള്ളത്. അപ്പോൾ അതിങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡെയിലി പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ്
യുണീക്നെസ് ഹാബിറ്റ്സ് ബുക്ക് അതിൽ തന്നെ പ്രാക്ടീസുകളും വരുന്നുണ്ട്, നിങ്ങളെ ബുക്കിലും വരുന്നുണ്ട്. അഥവാ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അവരോട് അഥവാ പിന്നെ ഒരാളോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ ഒരു 1 ഇയറിന് ആവശ്യമായ കൃത്യമായ നിങ്ങളുടെ ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് വെച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 1 ഇയറിൽ ഒരു കുട്ടിക്ക് ആവശ്യമായ പേജുകൾ സെറ്റ് ചെയ്ത് ഇനി അവരുടെ വർക്ക് ചെയ്താൽ മതി, ആ രൂപത്തിലൊരു സാധനങ്ങൾ ഡിസൈൻ ചെയ്തു. സാറിൻ്റെ ബുക്ക് വായിച്ചിട്ട് നമ്മളുടെ പ്രാക്ടീസിങ് തുടങ്ങി കഴിഞ്ഞാൽ വായിച്ചിട്ടല്ല, ബുക്കിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു ട്രാക്കിംഗ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നു, അപ്പോൾ 1-ാം തീയതി എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, നിങ്ങളുടെ 1ാമത്തെ പേജ് എടുക്കുന്നു, കൃത്യമായിട്ട് പോകുന്നു. അപ്പോൾ കൃത്യമായിട്ടൊരു ഒരാൾക്ക് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ ഹോൾഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ രണ്ടാളും കണക്ട് ആയത്. മേ ബി അതായിരിക്കാം. കാരണം പ്രപഞ്ചത്തിൽ അങ്ങനെയാണല്ലോ. കാരണം ഈ ലോകം എന്ന് പറയുന്ന എനർജിയാണ്, എനർജികളാണ് കണക്റ്റഡ് ആവുന്നത്. ഈ ലോകം ഉണ്ടാക്കിയത് എനർജിയിലാണ്, നമുക്ക് നടക്കുന്നതൊക്കെ എനർജിയിലാണ്. സോ വി വാണ്ട് ടു തിങ്ക് ഇൻ ദി മാറ്റർ ഓഫ് എനർജി. സോ മേ ബി അങ്ങനെ കണക്റ്റഡ് ആയിരിക്കാം. പിന്നെ സാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പൊതുവേ ഒരുപാട് ട്രെയിനേഴ്സിനെ കാണാൻ പറ്റും, ട്രെയിനേഴ്സ്, ലൈഫ് കോച്ചൊക്കെ. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും അതൊന്ന് കറക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതിൽ പല കാര്യങ്ങളും ലാക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുറവ് എവിടെയൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എവിടെയാണ് പൊതുവേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ ലാക്ക് ചെയ്യുന്ന? അതിൽ പിന്നെ ഞാൻ പറയുന്നത് നല്ല ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, എന്നാൽ പരിമിതികളുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏരിയയിൽ എനിക്ക് സ്ട്രെങ്ത് ഉള്ള ഏരിയകളുണ്ട്, മേ ബി എനിക്ക് എന്താ പറയുക എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയകളുണ്ടാകാം. അതുകൊണ്ട് നമുക്ക് ട്രെയിനർ അങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ പുതിയ തലമുറയിലെ പുതിയ ജനറേഷൻ എൻ്റെ ഡിഫറെൻ്റാണ്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായി ചിന്തിക്കുന്ന നല്ല കഴിവുകളൊക്കെ ഉള്ള ആ ജനറേഷനെ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പം അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞവർ അവരൊക്കെ ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളുകളാണ്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളാണ്, ഒരുപാട് അവസരങ്ങളുള്ളവരാണ്, കംഫർട്ട് സോണുള്ള ആളുകളാണ്, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും അനുഭവിക്കാത്തവരാണ്, മേ ബി ഒരു ലക്ഷ്യം പോലും ഉള്ളിലില്ലാത്തവരാണ്. അപ്പം അത്തരം ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം നമ്മുടെ സെഷനുകളെ. നമ്മുടെ സ്ഥലത്ത് പഠിച്ച കാര്യങ്ങൾ, കുറേ തിയറികൾ നേരെ പോയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ലൈഫിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതിനെ എന്താക്കണം ഇതുപോലെ ടോപ്പിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഒരു നല്ല ട്രെയിനറിന് ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ സ്കില്ലാണ്. ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓരോ നിമിഷത്തിലും നമ്മൾ ഒബ്സർവ് ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യണം, ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒബ്സർവ് ചെയ്യും, ഒരു വാർത്ത കാണുമ്പോൾ അതിൽ ഒബ്സർവേഷൻ നടത്തണം. അപ്പോൾ നമ്മൾ ആസ് എ ട്രെയിനർ ഞാനൊരു വാർത്ത കാണുമ്പോൾ ആ വാർത്തയിലെ ഉള്ളിൽ എന്താണ് സൊസൈറ്റി എന്ന് തിരിച്ചറിയാനുള്ളൊരു മൈൻഡിൽ ഞാൻ കാണാം. ഞാൻ വാർത്ത കേട്ടിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കുറേ വാർത്തകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നു, അപ്പോൾ എന്താണ് സൊസൈറ്റിയോട് പറയേണ്ടത്, ഈ സാധനമാണ് എൻ്റെ ഉള്ളിൽ വർക്കൗട്ട് ആവുന്നത്. മനസ്സിലായി? ആ ഒരു മൈൻഡിലായിരിക്കണം. അപ്പോൾ ആ ഒരു മൈൻഡ് അഥവാ എല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു ട്രെയിനർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുമാനം ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. വരുമാനത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ മുന്നോട്ട് ഗൈഡ് ചെയ്യേണ്ടത് നമ്മളെ പർപ്പസ് ആയിരിക്കണം. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ പർപ്പസും അതായിരിക്കണം. അപ്പോൾ അതിനനുയോജ്യമായി നമുക്ക് ഇൻകം കിട്ടണം. ഇത് രണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇഫക്റ്റീവ് ട്രെയിനർ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല, ഇത് ശരിക്കും പേർപ്പസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടെങ്കിലും ആ ഒരു സാർ നേരത്തെ പറഞ്ഞ പോലെ പടച്ചവൻ്റെ ഒരു സഹായവും ആ ഒരു തേട്ടം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും ആ ഒരു വാല്യൂസ് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇതേപോലെ തന്നെ സാറിപ്പം ഒരു 4 മക്കളുടെ ഒരു ഉപ്പയും കൂടാണ്. തീർച്ചയായും. അപ്പോൾ ആ ഒരു കണ്ടാൽ പറയില്ല എന്നുള്ളത്. പക്ഷേ പാരൻറ്റിങ് എന്നുള്ളൊരു ടോപ്പിക്ക് വരുന്ന സമയത്ത് സാറിന് ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു വാല്യൂസ് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ശരിക്കും ഈ സാറ് നേരത്തെ പറഞ്ഞ സമയത്ത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കൺസിസ്റ്റൻസി അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും കുട്ടികളിൽ ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ പാരൻറ്റിങ്ങിൽ കൊടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരൻറ്റിങ്ങിൽ എന്ന് പറയുമ്പോഴേ അതിൽ
എല്ലാ പാരൻസും ഡിഫറൻസ് ആണ്, എല്ലാ കുട്ടികളും ഡിഫറൻസ് ആണ്. അതുകൊണ്ടൊരു കോമൺ റൂള്, കോമൺ രീതിയും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇപ്പം പള്ളിയിലെ അച്ഛന്മാരൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കും. അവർക്ക് നന്നായി ക്ലാസ് എടുക്കാൻ പറ്റും, കാരണം അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് എങ്ങനെ നന്നായി ക്ലാസ് എടുക്കാൻ പറ്റുന്ന, അവർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലൊരു കുത്തുണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൊരു കുത്തുണ്ടാവും. കാരണം എന്താ, ഇതുപോലെയൊക്കെയാണ് പാരൻറ്റിങ് വേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളൊരു കുത്ത് നമുക്കുണ്ടാവും. അപ്പോൾ കേൾക്കാൻ രസമുള്ള, കേൾക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരു പാരൻ്റ് ആവുന്നതിന് മുന്നേ ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പാരൻ്റ് ആയിക്കഴിഞ്ഞാലുണ്ടാവുന്ന ക്ലാസ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരിക്കും. മനസ്സിലായില്ലേ? കാരണം ആ റിയലിസ്റ്റിക് തന്നെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് ചിലപ്പം നമ്മൾ ആസ് എ പാരൻ്റ് എന്നുള്ള രൂപത്തിൽ പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ പറ്റൂല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കള്ളം പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ, അപ്പോൾ നമുക്ക് പുതിയ ഭയമൊന്നുമില്ല, നമ്മൾ കുട്ടികൾ ആദ്യമായിട്ടല്ല, ഇതിന് മുന്നേ കുട്ടികൾ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് പാരൻസ് പറഞ്ഞതല്ല ഇപ്പം നമ്മളെ കുട്ടികൾ വന്നപ്പോൾ ഉണ്ടാവുന്നത്. അതിലെന്താ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഏറ്റവും വലിയ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ള മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യും. അവർ കമ്പയർ ചെയ്തിട്ട് അവരുടെ പാരൻസിൻ്റെ സാമ്പത്തികം, അവരുടെ പാരൻസ് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, അവരുടെ പാരൻസ് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഈ കുട്ടികൾ ഇവരുടെ പാരൻസിനെ കമ്പയർ ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. ഇപ്പം ഞാൻ വാല്യൂസും മൂല്യങ്ങളും, ഉദാഹരണത്തിന് ലേസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല കുട്ടികൾക്ക്. ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ കുട്ടികൾക്ക് കൊടുക്കില്ല. ഇങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ യാത്ര പോകുമ്പോൾ കുട്ടികൾ കരഞ്ഞ് നേരിച്ചോ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ലേസ് വാങ്ങിച്ചു കൊടുക്കാത്ത, കൊക്കക്കോള, മിറിൻഡ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു പാരൻറ്റ് ആണ് എൻ്റെ കുട്ടിയുടെ അനുഭവം. എന്നാൽ ആ കുട്ടിയുടെ അടുത്ത കൂട്ടുകാരൻ്റെ പാരൻറ്റോ ലേസോ പിന്നെ മഞ്ചോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മൾ എത്ര സ്നേഹിച്ച് കഴിഞ്ഞാലും ഈ കുട്ടിക്ക് നമ്മളെക്കുറിച്ച് അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു ലാക്ക് വരുന്നുണ്ട്. ഇത് ഇന്നത്തെ നല്ല പാരൻ്റ് സാധാരണ പാരൻ്റല്ല, കുട്ടികൾ നന്നായിട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, കുട്ടികൾ ആവശ്യപ്പെടുന്നത് കൊടുക്കാതെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാരൻ്റ് അനുഭവിക്കുന്ന ക്രൈസിസായത്. ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? കാരണം നമ്മളെ കുട്ടിക്ക് നമ്മൾ മൊബൈൽ കൊടുക്കൂല, അപ്പോൾ നല്ല പാരൻ്റ് അല്ലേ? മൊബൈൽ കൊടുക്കാത്ത നല്ല പാരൻ്റ് അല്ലേ? എന്നാൽ ആ കുട്ടിയുടെ കൂട്ടുകാരൻ്റെ ഉപ്പ മൊബൈൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ നല്ല പാരൻ്റ് ആണോ? അതാണ് നല്ല പാരൻ്റ് അല്ലല്ലോ. ഇതാണ് നിലവിലൊരു ക്രൈസിസ്. നമ്മളെ ന്യൂജൻ അഥവാ ഇങ്ങനെ നല്ല കുട്ടികളെ വളർത്തണം, ഇങ്ങനെ അവരെ പിന്നെ മിസ്ഗൈഡ് ചെയ്യാൻ പാടില്ല, മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പാരൻസ് അനുഭവിക്കുന്ന ക്രൈസിസാണ് ഈ ക്രൈസിസ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗെയിം ഞാൻ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച് എൻ്റെ വീട്ടിൽ 4 മക്കളും ഞാൻ പോയാൽ കളിക്കുന്നൊരു ഗെയിമുണ്ട്. ആ ഗെയിമെന്ന് വെച്ചാൽ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കൂലേ, ഇങ്ങനെ കറക്കിയതിന് ശേഷം ഒരു നമ്പർ പറയും. നമ്പർ പറഞ്ഞതിന് ശേഷം ഞാൻ ചിലപ്പോൾ ആ നമ്പർ ഇപ്പോൾ 4 ആളാണെങ്കിൽ 1, 2, 3 എന്നൊക്കെ പറയും. ആരാണ് ഓടാവുന്നത് ആ ഓടാണ് അവിടെ ജയിക്കുക. ഉദാഹരണത്തിന് ഞാനൊക്കെ 2 പറഞ്ഞു, ഇവിടെയും 2 പറഞ്ഞു, അവിടെ 2 പറഞ്ഞു, ഇവൻ മാത്രം 1 പറഞ്ഞാൽ അവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ഫുഡിൻ്റെ പേര് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ എടുക്കും. ഓക്കെ, ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും. അപ്പോൾ അവന് അൺഹെൽത്തി ഫുഡ് കൊക്കക്കോള എന്ന് പറഞ്ഞ് ഞാൻ കൈ പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് -പോയിൻ്റാണ്, അവന് +പോയിന്റ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഏത് കയറുന്നുണ്ട്, പറയാതെ അവൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് കൊക്കക്കോള ഈസ് അൺഹെൽത്തി. ഓക്കെ, ഇപ്പോൾ എൻ്റെ ചെറിയ മോൾ, ഇപ്പോൾ 3 വയസ്സുള്ള മോൾക്ക് കൊക്കക്കോള അൺഹെൽത്തിയാന്ന് ഓളെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ കരയുമായിരിക്കും, ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അവളുടെ ഉള്ളിൽ അവൾക്ക് അറിയാം ദിസ് ഈസ് അൺഹെൽത്തി ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ തീരെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കില്ല, ഇടയ്ക്ക് ഒരു പൂതിക്ക്. കാരണം വേറെ ആൾ വാങ്ങുന്നത്, ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ മക്കൾ നമുക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ടേബിളിൽ ഇങ്ങനെ നോക്കും. അപ്പുറത്തെ ടേബിളിൽ കൊക്കക്കോളയും മിറിൻഡി ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരിങ്ങനെ നോക്കുന്നൊരു പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, അതിൻ്റെ ടേസ്റ്റ് അറിയാനും. നമ്മളും കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴും അവർക്കൊരു കുറ്റബോധത്തോടുകൂടെ അവർ കഴിക്കേണ്ടത്. ഇങ്ങനെ കൊണ്ടുള്ളൊരു പാരൻറ്റിങ് നമ്മൾ നടത്തണം. അല്ലാണ്ട് കുറേ സൈക്കോളജിക്കൽ ടൂൾസും അതും ഇതൊക്കെ അവിടെ നിന്നൊന്നും പഠിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി പറ്റണം. സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ആദ്യം നമ്മൾ ശരിക്കും സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പാരൻറ്റിങ്ങിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു നമ്മൾക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു
ഹൃദയത്തിൽ നിന്നുള്ള കണക്ഷൻ ഉണ്ടല്ലോ. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കിപ്പോൾ അറിയാം, ഞാൻ വ്യക്തികളെ പറയാമെന്നല്ല, 2 കപ്പിൾസിൻ്റെ വീഡിയോസ് ഭയങ്കര വൈറലായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദവും സ്നേഹമൊക്കെ, അഥവാ നല്ലൊരു ഭാര്യ എങ്ങനെ ആവണം, ഭർത്താവ് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. പക്ഷെ അവർ തന്നെ തല്ലുകൂടി, പിന്നെ തലപൊട്ടി, രണ്ടും തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടു. ഞാൻ അതിനെ പറയല്ല, പക്ഷെ അതൊരു ഉദാഹരണമാണ്. അതുപോലെ ട്രെയിനിങ് ക്ലാസ്സിൽ ആളുകളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ, പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ ലോകത്തില്ലാത്ത മാനവികത, ഇത്രയും മനോഹരമായ ഭർത്താവ്, ഏറ്റവും നല്ല പാരൻറ്റ്, ഏറ്റവും നല്ല സ്റ്റാഫ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് കേസുണ്ട്. അവിടെ നമ്മുടെ പേഴ്സണാലിറ്റി, ഞാൻ സാധാരണ എങ്ങനെ പറയാം, നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ക്യാരക്ടറും ഒന്നാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയാലേ നമുക്കിതിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അഥവാ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആളുകൾ എന്നെ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു, അവരുടെ ഉള്ളിലൊരു ഇമേജ് ഉണ്ട്. ഇതേ ഇമേജ് എൻ്റെ ഫാമിലിക്ക് ഉണ്ടാവണം, എൻ്റെ വൈഫിനുണ്ടാവണം, എൻ്റെ പാരൻസിനുണ്ടാവണം, എൻ്റെ മക്കൾക്ക് ഉണ്ടാവണം, എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫിനുണ്ടാവണം. ഇത് ചില്ലറ കാര്യമല്ല. പുറമെ ആളുകളൊക്കെ നല്ല ക്ലാസ് അടിപൊളി എന്ന് പറയുന്നു, പക്ഷെ എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫിന് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അതിലെന്താ അർത്ഥമുള്ളത്? എൻ്റെ ഭാര്യയ്ക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? അവരോടുള്ള പെരുമാറ്റം കറക്റ്റ് അല്ലാതെ പുറത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യം. ശരിക്കും പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഏറ്റവും നല്ല പുരുഷനാവുന്നത് എപ്പോഴാണ്? അവൻ്റെ ഭാര്യേൻ്റെ അടുത്ത് അവൻ നന്നാവുമ്പോഴല്ലേ. അതില്ലാതെ പിന്നെ വേറൊന്നുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു നല്ല ട്രെയിനറാണോ, ഒരു ലൈഫ് കോച്ചാണോ, നല്ല ഭർത്താവായിരിക്കണം, നല്ല പാരൻ്റ് ആയിരിക്കണം, നല്ലൊരു വ്യക്തിയായിരിക്കണം, നല്ലൊരു ബിലീവറായിരിക്കണം. ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ആദ്യം ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ട്രെയിനറായിട്ട് വരേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ട്രെയിനിങ്ങും ടിപ്സും ക്ലാസ്സും കണ്ടൻറ്റും PPTയും ഇതൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. ആദ്യം ഹീ വാണ്ട് ടു ബി എ ഗുഡ് പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം, സർവീസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ആദ്യം ഒരു മനുഷ്യനെ, ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഭയങ്കര നല്ല ആളാണെന്നല്ല കേട്ടോ, പരമാവധി ട്രൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ഭാര്യയോട് ആളുകൾ ചോദിക്കുകയാണെങ്കിലും ഹീസ് ഗുഡ് എന്ന് പറയും. ഞാൻ വർക്ക് ചെയ്ത ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തെന്ന് ചോദിച്ചാലും പറയും. അള്ളാഹു നിലനിർത്തട്ടെ, ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ 100% അല്ല, ഇനി ഒരുപാട് ഗ്രോ ചെയ്യാണ്ട് മാറാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആദ്യം ഒരു പേഴ്സണാലിറ്റീനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മളെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നൊരു വ്യക്തി ഷുഡ് ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് അറ്റ് ഫസ്റ്റ്. ആദ്യം ആ പേഴ്സണാലിറ്റി, അഥവാ ഉദാഹരണത്തിന് താഴെ കുഴിയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ പറ്റുക ആർക്കാ? കുഴിയിലുള്ള ആൾക്കാണോ മേലുള്ള ആൾക്കാണോ? ആർക്കാ? മേലുള്ള ആൾക്കല്ലേ. കുഴിയിൽ നിൽക്കുന്ന ആൾ ഇവരെ തള്ളിക്കയറ്റാനാണ് ശ്രമിക്കുക, ഓൻ കയറാനാണ് ശ്രമിക്കുക. യെസ് ഓർ നോ? മേലെ നിൽക്കുന്ന ആൾക്ക് താഴെ നിന്ന് കൈ പിടിച്ചുകൊണ്ടിരാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്രയാസമുള്ള ആളുകളെയാണ് അല്ലേ. സാധാരണ ജസ്റ്റ് ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതല്ലല്ലോ, ഒരാളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരല്ലേ. അപ്പോൾ അതിനാദ്യം വ്യക്തി എന്താവണം? ഡെവലപ്പ് ആവണം. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ ഫോക്കസ് മെയിൻ അതായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നേടിയെടുക്കാനും കണ്ടെത്താനൊക്കെ ലോകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് നമ്മൾ ആവശ്യം ഉണ്ടാവണമെന്നില്ല. സോ ആ രൂപത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന, അതിനനുയോജ്യമായ കണ്ടൻറ്റുകളും ആക്ടിവിറ്റീസും ടാക്റ്റീസും ചലഞ്ചസും റോളും റിസ്ക്കും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ ആകുമ്പം ഇനിയുള്ള കാലത്ത് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള, ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയായിരിക്കും ഈ മെൻറ്ററിങ്, ലൈഫ് കോച്ച്, ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന മേഖല. ഡെഫിനറ്റ്ലി അതെ. ഇത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഉള്ളിലുള്ള ട്രോമകളും കാര്യങ്ങളൊക്കെ ഒരാളത് ഹീലായി കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു അഡൽട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരുടെ ഉള്ളിലും വ്യത്യസ്തമായിട്ടുള്ള കുറേ കഴിവുകളും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് പഠിച്ചവൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഒന്ന് അവരുടെ ആ പേഴ്സണാലിറ്റീൻ്റെ ഡിഫറൻസ് എന്താണ്, അവരുടെ ഇൻബോൺ ടാലൻറ്റുകൾ കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു കോമ്പിനേഷൻ ഉണ്ടാവും, ഒറ്റ കാര്യമല്ലല്ലോ, ഏതെങ്കിലും ഒന്ന് ഡോമിനൻ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ള സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഒരാൾ അവരുടെ ലൈഫിൽ കരിയറൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇതിൻ്റെ കൂടെ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്നുള്ള ഒരു പേർപ്പസും കൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് ഭയങ്കര രസമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ലൈഫിൽ അവർ ചെയ്യുന്നതിലൊക്കെ ആ വാല്യൂസ് ഹോൾഡ് ചെയ്യാനും പറ്റും. ഒരുപാട് ആളുകളെ പല രീതിയിൽ സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനും കൂടെ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും പേഴ്സണാലിറ്റി ടെസ്റ്റും പല കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ടാണ് യൂണിക് എക്സ് പ്രോഗ്രാം. തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടത്. കാരണം അതില്ലെങ്കിൽ കാര്യമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹീലിങ്ങിൻ്റെ പറഞ്ഞല്ലോ,
ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കാണുന്നുണ്ട്, പുരുഷന്മാർ കരയുന്നത്, ഇപ്പോൾ ഐസ് ബാത്ത് ചെയ്തിട്ട് ഇങ്ങനെ കരയുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കമൻസൊക്കെ കാണുന്നത് ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവന് ഇങ്ങനെ കരയണം എന്തിനാ? അതപ്പോൾ പല പുരുഷന്മാർ കരയരുത് എന്നുള്ളൊരു സാധനമാണ് ആളുകളിൽ. ഇനി സ്ത്രീകൾ കരയുമ്പോൾ തന്നെ ഇത്രയും പൈസയും കൊടുത്തിട്ട് ആ ഐസിൽ ഇരുന്നിട്ട് കരയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഇവരൊക്കെ ഈ നല്ല മഴക്കാലത്ത് വൈപ്പർ ഇല്ലാത്ത കാറിൽ യാത്ര ചെയ്യുന്ന മാതിരിയാണ് യാത്ര ചെയ്യുന്നത്. കാരണം കുറേ സ്വപ്നങ്ങളും ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ ക്ലാരിറ്റി ഇല്ല. അവരുടെ ഉള്ളിൽ ചൈൽഡ്ഹുഡ് ട്രോമയോ വേറെ പലതും കൊണ്ട് പെയിൻ ഉണ്ടായിട്ട് അതിങ്ങനെ നിറഞ്ഞേക്കാണ്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസൊക്കെ കഴിയുമ്പോൾ അവരുടെ പെയിന് മാറുക ചെയ്യണത്, അവിടെ ഹീലിംഗ് നടക്കുക ചെയ്യണത്. അപ്പോഴാണ് കരച്ചിൽ വരുന്നത്. ആ ഹീലിങ്ങോട് കൂടി വൈപ്പർ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു അതിങ്ങനെ മാഞ്ഞിട്ട് ആ വൈപ്പർ ഇങ്ങനെ അടിഞ്ഞിട്ട് ക്ലാരിറ്റി വരികയാണ്, നല്ല റോഡ് കാണാണ്, പുതിയൊരു ലോകം കാണാണ്, അതിലേക്ക് പോകാൻ കഴിയാണ്. സോ ഹീലിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ടാണ് ശരിക്കും നമ്മളുടെ യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ 2 മാസത്തെ പ്രോഗ്രാം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ കമ്മിങ് ബാച്ച് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള NLP ആയിക്കോട്ടെ, അതേപോലെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇപ്പം ഹിപ്നോട്ടിസം, ഈ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഹിപ്നോട്ടിസം കൂടെ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. മൈൻഡ് റീപ്രോഗ്രാമിങ്, പാരൻറ്റിങ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ടോപ്പിക്കുകൾ ഒരുമിച്ച് കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഒരാൾക്ക് ട്രെയിനറായി സർട്ടിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ 4ാമത്തെ ബാച്ച് ഇപ്പോൾ കമ്മിങ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനർ ആവാൻ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് വരാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം ചെറിയ ദൗത്യമല്ല. കാരണം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പോയിട്ട് അവരുടെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന പണി. അപ്പം അതിന് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ തയ്യാറുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മളിതിൽ ഹൈബ്രിഡ് മോഡലാണ് ചെയ്യുന്നത്. കാരണം ആളുകൾക്ക് ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതികളുണ്ട്. മാത്രമല്ല നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് തരുന്നതും സിമ്പിൾ ടോപ്പിക്സ് നൽകുന്നതൊക്കെ ഓൺലൈനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ചിലത് ഓൺലൈനിൽ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫ്ലൈനിൽ നൽകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് ഓഫ്ലൈൻ പെർഫോമൻസ് നടത്താനും പറ്റും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് അതിലൊരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പം സമൂഹത്തിൽ ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ യുണീക്ക് എക്സും ഓൾറെഡി ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ഇപ്പം ഒരു പ്ലാറ്റ്ഫോമായിട്ട് വരുന്നത്. സോ കുറഞ്ഞ ആളുകൾക്കാണ് ഈ അവസരം ഉണ്ടാകുക. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ കൂടാണ് ഇൻകം ഒന്ന് മനസ്സിലാക്കുക. എനിവേ നമുക്ക് ഒരുമിച്ച് ഒരു പുതിയ തലമുറയെ അല്ലെങ്കിൽ പുതിയൊരു ലോകത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നമുക്ക് ആരംഭിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സർ. താങ്ക് യു.